വളരെ അതിപരിശമായി നാം വാഴ്ത്തപ്പെടുത്തും. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന തിരുവെഴുത്തിന് ഒത്തവണ്ണം രാജീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നു എങ്കിൽ നന്ന്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കൂടിയ വാക്യം വായിക്കുന്നു. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന തിരുവെഴുത്തിനൊത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ നന്ന്. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ദൈവ സ്നേഹത്തെക്കുറിച്ചാണ് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവചനം. ദൈവസ്നേഹത്തെക്കുറിച്ച് ഇത്രമാത്രം നമ്മൾ സംസാരിക്കാൻ കാരണം ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ്. ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന് ഉറപ്പുള്ളവർ സ്തോത്രം പറഞ്ഞ് ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള സന്ദേശം ഹൃദയം കൊണ്ട് ഏറ്റെടുക്കണം. അത് ദൈവത്തെ അറിഞ്ഞവനും ദൈവത്തിൽ വിശ്വസിക്കുന്നവനും മാത്രമേ, യഥാർത്ഥമായി ക്രിസ്തുവിൻ്റെ ദാസനായി മാറിയവർക്ക് മാത്രമേ അല്ലെങ്കിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് കേൾക്കാനും അത് പറയാനും ഒക്കെ കഴിയുള്ളൂ. ആ വചനം ഏറ്റെടുത്താൽ നമുക്ക് അനുഗ്രഹമാണ്. ഇപ്പം പുതിയ നിയമത്തിൽ 2 കൽപ്പനകളാണ് കർത്താവ് നമുക്ക് തന്നെന്ന് പറയുന്നത്. പ്രധാനമായിട്ട് കൽപ്പനകൾ ഒരുപാടുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കൽപ്പന എന്ന് പറയുന്നത് കർത്താവിനെ സ്നേഹിക്കണമെന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഒന്നാമത്തെ കൽപ്പന എന്താണ്? കർത്താവിനെ സ്നേഹിക്കണം. എങ്ങനെ? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ നാം ദൈവത്തെ സ്നേഹിക്കണം. കഴിഞ്ഞ ദിവസം നമുക്ക് ചിന്തിച്ചു. രണ്ടാമത്തെ കൽപ്പന എന്ന് പറയുന്നത് അല്ലൊരു സ്തോത്രം, ദൈവത്തെ സ്നേഹിക്കുന്നവൻ കൂട്ടുകാരനെ സ്നേഹിക്കണം, മറ്റുള്ളവരെ അതുപോലെ സ്നേഹിക്കണം. അല്ലേലൂയ. ഇപ്പം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ കൂട്ടുകാരനെ പകയ്ക്കുകയും ചെയ്യുന്നവനെന്നാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ കൂട്ടുകാരനെ സ്നേഹിക്കുകയും അവരെ പകയ്ക്കുകയും കൂടെ ചെയ്ത് ആ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരും. അപ്പം നമ്മളൊന്ന് കർത്താവിനെ സ്നേഹിക്കണം, മറ്റൊന്ന് നമ്മുടെ സഹോദരനെ, സഹോദരിയെ, നമ്മുടെ സഹപ്രവർത്തകരെ, ശുശ്രൂഷകരെ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെ സ്നേഹിക്കുമ്പോഴാണ് ഈ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന, യേശു നമുക്ക് നൽകിയിരിക്കുന്ന ആ രാജകീയ ന്യായപ്രമാണം നിവർത്തിക്കാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ രാജകീയ ന്യായപ്രമാണം നിവർത്തിക്കുന്നു എങ്കിൽ എന്ന് പറയുമ്പോൾ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നത് രാജകീയ ന്യായപ്രമാണമാണെന്ന് യാക്കോബ് വ്യക്തമാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ രാജകീയ എന്ന പദം അതിൻ്റെ വ്യാപ്തിയെയും ശ്രേഷ്ഠതയെയും കാണിക്കുക. ഹല്ലേലൂയ. സ്നേഹ സാമ്രാജ്യത്തിൻ്റെ നിയമമാണിത്. ന്യായപ്രമാണത്തെ മുഴുവൻ ദൈവത്തോടും മനുഷ്യരോടുള്ള സ്നേഹത്തിൽ ഉൾക്കൊള്ളിച്ചാണ് വേദപുസ്തകം രചിച്ചിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത്. മത്തായി 22-ന്റെ ഹല്ലേലൂയ 36-40 വരെ വായിച്ച് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിന്റെ സമകാലീനായിരുന്ന ഫിലോ എന്ന യഹൂദ തത്വജ്ഞാനിയുടെ എഴുത്തുകളിൽ ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നതും ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നതും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യാക്കോബ് ഇവിടെ പറയുന്ന രാജകീയ ന്യായപ്രമാണം മത്തായി സുവിശേഷം ഹല്ലേലൂയ 5-ാം അധ്യായം 43-47 വാക്യങ്ങൾ വിശദമാക്കുന്നുണ്ട്. ഈ ന്യായപ്രമാണത്തിന്റെ മുമ്പിൽ ഒരുവൻ മുഖപക്ഷം കാണിക്കാതെ സ്നേഹിക്കണം. അപ്പൊ എന്താണ് മുഖപക്ഷം കാണിക്കാതെ സ്നേഹിക്കണം? പ്രത്യേകിച്ച് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മുഖപക്ഷം കാണിക്കാതെ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുക കഴിയണം. മുഖപക്ഷം കാണിക്കുന്നത് പാപമാണ്. പ്രൈസ്. ദൈവത്തോടുള്ള ശത്രുത്വമാണ് മുഖപക്ഷം കാണിക്കുന്നത്. അപ്പൊ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് അഥവാ നിങ്ങളുടെ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ നടത്തുന്ന ഏതെങ്കിലും സാഹചര്യത്തിലേക്ക് ആ ഓരോ വ്യക്തികളും കടന്നു വരുമ്പോൾ അവരോട് ഒരിക്കലും മുഖപക്ഷം കാണിക്കാതെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുമ്പോഴാണ് ആ രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നത്. അപ്പം മുഖപക്ഷം പാടില്ല. കർത്താവായ യേശു ക്രിസ്തു ആരോടും മുഖപക്ഷം കാണിച്ചിരുന്നില്ല. യേശു മുഖപക്ഷം നമ്മോട് കാണിച്ചിരുന്നെങ്കിൽ ഞാനും നിങ്ങൾ ഈ വചനത്തിന്, ഈ ദൈവസേനയിൽ, നിത്യമായ രാജ്യത്തിൽ നമ്മൾ അവകാശികൾ പോലും ആകുമായിരുന്നില്ല.
മുഖപക്ഷം കൂടാതെ നമ്മെ സ്നേഹിച്ചൊരു യേശുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, നീ മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ മുഖപക്ഷം നോക്കരുത്. നിന്റെ കൂടെ നിൽക്കുന്നവൻ ആരായിരുന്നാലും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ, നിറം നോക്കാതെ, സൗന്ദര്യം നോക്കാതെ, പണം നോക്കാതെ, പാരമ്പര്യം നോക്കാതെ, അവരുടെ അധികാരങ്ങൾ നോക്കാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ വചനം പറയുമ്പോൾ എന്നാലാവണം ഞാനത് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഞാൻ ആരുടെയും മുഖപക്ഷം നോക്കാതെ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. എതിരാളികൾ കാണും, ശത്രുക്കൾ കാണും, നമ്മളെ നിന്ദിക്കുന്നവരും പരിഹസിക്കുന്നതും ദുഷിക്കുന്നവരും നമ്മെ വിമർശിക്കുന്നവരേറെ കാണും. അതിൻ്റെ നടുവിലാണ് ഈ രാജകീയ ന്യായപ്രമാണം നമ്മൾ നിവർത്തിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന പ്രധാനമായ കൽപ്പനകളാണ്. കൽപ്പന ലംഘിക്കാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. കൽപ്പന ലംഘിക്കുന്നതും പാപമാണ്, മുഖപക്ഷം കാണിക്കുന്നതും പാപമാണ്. അല്ലേരി. അപ്പം വേദപുസ്തകം എന്ന് പറയുന്നത് വിശുദ്ധിയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ആമി സഹോദരനെ സ്നേഹിക്കണം. അതുകൊണ്ടാണ് ആമി യോഹന്നാൻ ലേഖനം എഴുതും പറയുന്നത്. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. ചില വ്യക്തികൾ എങ്ങനെ കാണുന്നില്ലേ? അവർ പറയും ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നവർ പറയും, വാതോരാതെ സംസാരിക്കും. പക്ഷെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ആരാണ്? അവനെ കള്ളനെന്നാണ് വിളിക്കുന്നത്. കള്ളൻ. ഹല്ലേലൂയ. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. അപ്പം നമ്മൾ കണ്ടിട്ടുള്ള സഹോദരൻ, നമ്മുടെ ഒരു അപ്പനും അമ്മയ്ക്കും ജനിച്ച നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ അയൽവാസികൾ, നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവർ, സഭയിലുള്ള നമ്മുടെ സഹോദരങ്ങളെ, അപ്പം നമ്മൾ കണ്ടിട്ടുള്ള സഹോദരങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഈ വചനം വായിക്കുമ്പോൾ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 19-ാമത്തെ വാക്യം കൂടെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ദൈവം നമ്മെ ആദ്യം സ്നേഹിച്ചത് കൊണ്ടാണ് നാം ഹല്ലേലൂയ അവനെ സ്നേഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം നമ്മൾ ദൈവത്തെ അങ്ങോട്ട് സ്നേഹിച്ച് ചെന്നതല്ല, ദൈവം നമ്മെ സ്നേഹിച്ച് ഇങ്ങോട്ട് വന്നതാണ്. അല്ലേ? അപ്പം നാം ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ പ്രത്യക്ഷ ലക്ഷണം എന്ന് പറയുന്നത് ദൈവത്തിൽ ജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നാം ദൈവത്തെ സ്നേഹിക്കുന്നുള്ളതിൻ്റെ ലക്ഷണം നാം ദൈവത്തിൽ ജനിച്ചു. അല്ലേ? നമ്മുടെ സഹോദരനെ സ്നേഹിക്കുന്നതുമാണ്. നാം ദൈവത്തിൽ ജനിച്ച് നമ്മുടെ സഹോദരനെ സ്നേഹിക്കുന്നുള്ളതാണ് നാം ദൈവത്തെ സ്നേഹിക്കുന്നുള്ള യഥാർത്ഥ അടയാളം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ സഹോദരനെ പകയ്ക്കുന്നുവെങ്കിൽ അവൻ കള്ളൻ എന്ന് വിളിക്കുവാൻ അപ്പോസ്തലൻ ഒട്ടും ഭയം കാണിക്കാതെ അദ്ദേഹം പറയാ, സഹോദരനെ പകയ്ക്കുന്നവൻ നിങ്ങൾ കള്ളൻ എന്ന് വിളിക്കണമെന്നാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഈ പ്രസ്താവന ഒരു വിശ്വാസിയെ സ്വയം പരിശോധനയ്ക്ക് ആഹ്വാനം ചെയ്യുകയാണ്. ഒരു ദൈവഭക്തനെ ഇത് സ്വയം പരിശോധനയ്ക്ക് ആഹ്വാനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ സഭയ്ക്കകത്ത് പരസ്പരം മിണ്ടാത്ത എത്രയോ ആളുകളാണ് ഒന്നിച്ച്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ, ഒരു പായിലിരുന്ന് ആരാധിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന സഹോദരന്മാർ സഹോദരിമാർ തമ്മിൽ മിണ്ടത്തില്ല. ഒരു ഭവനത്തിൽ അപ്പനും അമ്മയും മക്കളും കൊച്ചുമക്കളും മരുമക്കളും അടങ്ങിയ കുടുംബത്തിനകത്ത് പലരും പരസ്പരം മിണ്ടത്തില്ല. അവരെല്ലാം ഞായറാഴ്ച പുസ്തകം എടുത്ത സഭയിൽ വന്നിട്ട് ഭയങ്കര പാട്ടുപാടി ആരാധിച്ച് അന്യഭാഷയൊക്കെ പറയും, ലേലിയ. പക്ഷെ സഹോദരനെ സ്നേഹിക്കാതെ നീ ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്നു പറയുകയാണെങ്കിൽ നീയാണ് ഏറ്റവും വലിയ കള്ളൻ. അല്ലേരിയ. നിന്റെ ശത്രു എത്ര ദുഷ്ടനായിരുന്നാലും, നിന്റെ ശത്രു എത്ര പ്രബലനായിരുന്നാലും, നീ ഒരു ദൈവവിധനാണെങ്കിൽ നീ മറ്റുള്ളവരെ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ സ്നേഹമാണ് നിന്റെ ഇൽവൻ. അതൊരു രാജകീയ ന്യായപ്രമാണമായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്, സത്യത്തോട് ബന്ധമുള്ളവൻ എന്ന് നടിക്കുകയും അതിന് വിപരീതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരും കള്ളനാണ്. അല്ലെങ്കിൽ സത്യത്തോട് ബന്ധം എന്ന് പറഞ്ഞാൽ ചിലര് ഭയങ്കര ഭക്തന്മാരാണ്. കർത്താവിനെ കുറിച്ച് പറയുന്നതിന്, വേദപുസ്തകത്തെക്കുറിച്ച് പറയുന്ന, സുവിശേഷം പറയുന്നത് കൊടുക്കുന്നതിൽ വാദവരാതെ സംസാരിക്കുന്നതിനകത്ത് വളരെ സത്യസന്ധനായി നിൽക്കും. പക്ഷേ സ്വന്തം സഹോദരനോട് മിണ്ടത്തില്ല. ലേരിയ. അവരെയും കള്ളനെന്നാണ് വിളിക്കുന്നത്. സ്തോത്രം. ലേരിയ. അപ്പൊ ഈ ലേഖനത്തിൽ 4 വിധ കള്ളന്മാരെ കുറിച്ച് യോഹന്നാൻ പറയുന്നു.
യോഹന്നാന്റെ ലേഖനത്തിൽ 4 വിധ കള്ളന്മാരെ കുറിച്ച് പറയുന്നു. വിശ്വാസികളെ ഈ വചനം തിരിച്ചറിയുക. ഒന്നാമത്തെ കള്ളൻ, ഇരുട്ടിൽ നടക്കുന്നവൻ കള്ളനാണെന്ന് യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം ഹല്ലേലൂയ 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. രണ്ടാമത്തത്, കൽപ്പനകൾ പ്രമാണിക്കാത്തവൻ കള്ളനാണെന്ന് 1 യോഹന്നാന്റെ ലേഖനം 2:4 പറയുന്നുണ്ട്. മൂന്നാമത്തെ, യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവൻ യോഹന്നാൻ 2:22 അവനെ കള്ളൻ എന്നാണ് പറയുന്നത്. ചില ആളുകൾ യേശുവിനെ ക്രിസ്തു എന്ന് അംഗീകരിക്കാതെ, യേശുവിനെ ദൈവം എന്ന് അംഗീകരിക്കാതെ നടക്കുന്ന ഒരുപാട് സത്യവിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്ന ചിലരൊക്കെ ഉണ്ട്. അപ്പം ക്രിസ്തുവിനെ നിഷേധിക്കും, ക്രിസ്തുവിനെ ദൈവമെന്ന് നിഷേധിക്കുന്നവനെല്ലാം കള്ളനാണ്. ഹല്ലേലൂയ. ആമേൻ. നാലാമത്തേത് എന്ന് പറയുന്നത് സഹോദരനെ പകയ്ക്കുന്നവൻ. അതാണ് നമ്മൾ വായിച്ചു ഞാൻ 1 യോഹന്നാൻ 4:20 അവനും കള്ളനാണ്. അപ്പൊ ഈ ബന്ധത്തിൽ പറയുന്ന എല്ലാ സാഹചര്യം വായിക്കുമ്പോൾ നിങ്ങൾ കള്ളനാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ സ്തോത്രം, ആമേൻ സ്തോത്രം, ഇരുട്ടിൽ നടക്കുന്നവനാണോ? ഹല്ലേലൂയ. കൽപ്പനകൾ ലംഘിക്കുന്നവനാണോ? ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവനാണോ? സഹോദരനെ പകയ്ക്കുന്നവനാണോ? ഈ 4 കാര്യങ്ങൾക്കകത്ത് നിങ്ങളെ ശോധന ചെയ്യണം. അതിലേതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥ കള്ളൻ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ സഹോദരനെ പകയ്ക്കാൻ പാടില്ല. സഹവിശ്വാസികളോട് സ്നേഹം കാണിക്കണം. സഹവിശ്വാസികളെ ചേർത്ത് പിടിക്കണം. നിങ്ങളുടെ ഒപ്പം കഴിവും പ്രാപ്തിയും വിദ്യാഭ്യാസവും സാമ്പത്തികവും ഒന്നും അവർക്ക് കാണത്തില്ല. നിങ്ങളെപ്പോലെ കുടുംബ പാരമ്പര്യം പറയാനും മഹത്വം പറയാനും വിദ്യാഭ്യാസം പറയാനും ഒന്നും കാണത്തില്ല. സൗന്ദര്യമൊക്കെ കുറവായിരിക്കും. പക്ഷെ ക്രിസ്തു അവരെ സ്നേഹിച്ചതുകൊണ്ട്, ക്രിസ്തു അവരെ ചേർത്ത് പിടിച്ചതുകൊണ്ട്, ഈ പിതാവായി ദൈവം അവരെ ആകർഷിച്ചതുകൊണ്ട് അവരെ സഹോദരനെ സ്നേഹിക്കുവാൻ കഴിയണം. ഒരപ്പത്തിൻ്റെ അംശികളായിരിക്കുന്ന നിങ്ങൾ സ്നേഹത്തിൽ നടക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ കത്രോവേശയൊക്കെ ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, ആമേലെ നാമെല്ലാം ഒരേ അപ്പത്തിൻ്റെ അംശികളാകുന്നു എന്ന്. ഒരേ അപ്പത്തിൻ്റെ അംശികളാകുന്നു എന്ന് പറഞ്ഞ് കത്രോവേശി എടുക്കുന്ന തിരുവത്താഴ്ചയുടെ ഭാഗമായിരിക്കുന്ന ജനം ആ ശുശ്രൂഷയുടെ പര്യവസാനത്തെങ്കിൽ വിശുദ്ധ ചുംബനം കൊടുക്കാൻ വരുമ്പോൾ ഹല്ലേലൂയ ചിലരൊക്കെ മുഖം കണ്ട് മാറിപ്പോകും. എല്ലാവർക്കും വിശുദ്ധ ചുംബനം കൊടുക്കത്തില്ല. കത്രോവേശി എടുത്തതേ ഉള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ ഓർപ്പിക്കുന്ന ജീവിത വിശുദ്ധിയെ തികച്ച് കർത്താവിന്റെ വരവിനായി ഒരുങ്ങുന്ന ഒരു കൂട്ടം ജനം തിരുവത്താഴ് ശുശ്രൂഷ കഴിഞ്ഞു കഴിയുമ്പോൾ ആമേൻ സഹോദരന്മാർ തമ്മിൽ സഹോദരിമാർ തമ്മിലും വിശുദ്ധ ചുംബനം കൊടുക്കണമെന്ന് പറയുമ്പോൾ പരസ്പരം വിശുദ്ധ ചുംബനം കൊടുക്കാതെ മാറിപ്പോകുന്നവരുണ്ട്. അവർക്കിഷ്ടമുള്ളവർക്കും അവരുടെ അതേ രീതിയിൽപ്പെട്ടവർക്കും മാത്രം വിശുദ്ധ ചുംബനം കൊടുക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരെ കള്ളനെന്നാണ് പറയുന്നത്. നീ ദൈവസന്നിധി നിൽക്കുമ്പോൾ, നാം ദൈവോധനമായി നിൽക്കുമ്പോൾ, ഒരപ്പത്തിന്റെ അംശികളായി നിൽക്കുമ്പോൾ നിന്റെ സഭയിൽ നിൽക്കുന്ന വിശ്വാസികളെ, നിന്റെ സഭയിൽ നിൽക്കുന്നതിന്റെ സഹോദരനെ നിനക്ക് ഒരുപോലെ കാണുവാനുള്ള കണ്ണാണ് നിനക്ക് വേണ്ടിയത്. ആ ഒരു ആത്മാവാണ് നിനക്ക് വേണ്ടിയത്. ആരെയും നിങ്ങൾ തരംതിരിച്ച് കാണരുത്. തരംതിരിച്ച് കണ്ട് നിങ്ങൾ എത്ര വലിയ തിരുവത്താഴ് ശുശ്രൂഷ കത്രോവേശ വിശുദ്ധ നടത്തിയാലും നിങ്ങൾ മുഖപക്ഷം കാണിച്ചാൽ അത് ലംഘനമാണ്, പാപമാണ്. നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയത്തില്ല. പാട്ടും വേളവും കുട്ടും കുരവയൊക്കെ കാണും, പക്ഷേ ദൈവരാജ്യത്തിലേക്ക് പോകത്തില്ല. എല്ലാം ഭൂമിയിൽ അവസാനിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഹല്ലേലൂയ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന രാജകീയ പ്രമാണം നിങ്ങൾ അനുസരിക്കണമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ദൈവജനത്തെ ഒട്ടും കുറച്ച് കാണരുത്, ദൈവജനത്തെ ഒട്ടും നിഷേധിക്കരുത്. ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഒരുപാട് തവണകളാണ് പറയുന്നത്. എന്തിനാണ് നമ്മളോട് ഈ വചനമൊക്കെ പറയുന്നത്? പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നത് നമ്മളിൽ ആ സ്നേഹം നിറയാൻ വേണ്ടിയിട്ടാണ്. നമ്മളിൽ ആ സ്നേഹം നിറഞ്ഞ് സഭയ്ക്കകത്ത് ഐക്യത, സമത്വം കൊണ്ടുവരണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവമക്കൾക്ക് സ്നേഹമില്ല, ശുശ്രൂഷകന്മാർക്ക് സ്നേഹമില്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞിട്ട് ഒരു ഒന്നിട്ട് ശുശ്രൂഷ കണ്ടത്, ഇപ്പൊ ശക്തമായി ദൈവം പറയുന്ന ചില സഹോദരന്മാർ, ചില ശുശ്രൂഷകന്മാർ പറഞ്ഞ് കോട്ട് സൂട്ട് വിട്ട് വന്ന് ഇടി തരുമെന്നാണ് പറയുന്നത്. കോട്ട് സൂട്ട് വിട്ട് ഇടി തരുമെന്ന്. അതെന്ത് ശുശ്രൂഷയാണ്, ഇതെന്ത് ആത്മാവാണെന്ന് നമുക്കറിയത്തില്ല. ഏതോ ഒരു ആത്മാവാണ്, പക്ഷെ ദൈവാത്മാവല്ല. കോട്ട് സൂട്ട് വിട്ട് ഇടിക്കുന്ന പാസ്റ്റർമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ അവരെ ഒഴിഞ്ഞു നീക്കണം. പിന്നെ ഒരു കൂട്ടുകാരനെ തന്നെ പോലെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് സൂക്ഷിക്കുന്ന മറ്റൊരു കത്രദാസൻ പറഞ്ഞു, ദൈവസഭയ്ക്ക് കൊടുക്കാനുള്ളത് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി മുഴുവൻ ഞാൻ തടഞ്ഞു വെക്കുമെന്ന്, എനിക്കുള്ള അധികാരമുണ്ടെന്ന്.
സഭയ്ക്ക് കൊടുക്കാനുള്ളതെല്ലാം നിന്നും കൊണ്ട് കൊടുക്കണമെന്ന്. കൊടുത്തതൊന്നും പോരാ, കിട്ടിയതൊന്നും പോരാ, വീണ്ടും വീണ്ടും തന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ അനുഗ്രഹത്തും ഞാൻ തടയുമെന്ന് പറയുന്ന ആളുകൾ സഭയ്ക്കകത്തുള്ള ശുശ്രൂഷകന്മാരുണ്ട്. നിങ്ങളവരെ തിരിച്ചറിയണം. അവർ ഏത് ആത്മാവിലാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്ക് അവരുടെയൊക്കെ പേരറിയാം, പിന്നെ ഞാനായിട്ട് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, പണത്തെ അല്ല സ്നേഹിക്കേണ്ടത്, പണത്തെയോ സ്ഥാനമാനത്തെയോ അധികാരത്തെയോ അല്ല സ്നേഹിക്കേണ്ടത്, നിന്റെ വിദ്യാഭ്യാസത്തെ, നിന്റെ പൗർണ്ണ, നിന്റെ പാരമ്പര്യത്തെ അല്ല നീ സ്നേഹിക്കേണ്ടത്, നിന്റെ സൗന്ദര്യത്തെ അല്ല നീ സ്നേഹിക്കേണ്ടത്, നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കാൻ കഴിയണം. യേശുവിനെ സ്നേഹിക്കുന്നെങ്കിൽ മാത്രമേ നിന്റെ സഹോദരനെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ സ്നേഹിക്കാത്തവൻ ഒരിക്കലും സഹോദരനെ സ്നേഹിക്കാൻ കഴിയില്ല. ലേലിയ. അതുകൊണ്ടാണ് യോഹന്നാനൊക്കെ ശക്തമായ രീതിയിൽ സ്നേഹത്തെക്കുറിച്ച് പറയാൻ കാരണം. ലേലിയ. അപ്പം ചിലരുടെ സ്നേഹം ഈ കാലഘട്ടത്തിൽ തങ്ങളുടെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു. ലേലിയ. മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ല. എന്നാൽ യേശു ഇങ്ങനെ ചോദിക്കുക. യേശു ചോദിക്കുന്നൊരു കാര്യമുണ്ട്. കർത്താവ് ചോദിക്കുന്ന പല വാക്കുകൾക്കും നമുക്ക് മറുപടി പറയാൻ കഴിയാതെ പോകുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ഇവിടെ ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 32 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് മേന്മ കിട്ടും? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുവല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് മേന്മ കിട്ടും? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. മടക്കി വാങ്ങിക്കൊള്ളാം എന്ന് നിങ്ങൾ ആശിക്കുന്നവർക്ക് കടം കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ആമേലരിയ കിട്ടും? പാപികളും കുറയാതെ മടക്കി വാങ്ങേണ്ടതിന് പാപികൾക്ക് കടം കൊടുക്കുന്നുവല്ലോ. നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പിൻ, അവർക്ക് നന്മ ചെയ്യുവിൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പിൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും. നിങ്ങൾ അത്യുന്നതന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. അവർ 4 എന്നാണ് ദൈവജനം പറയുന്നത്. നമ്മൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ ഒന്നും നോക്കാതെ, പ്രതിഫലം നോക്കാതെ സ്നേഹിക്കണം. എന്നെ കേൾക്കുന്ന പ്രശ്നം, നിങ്ങളുടെ സഭയ്ക്കകത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ സഭയ്ക്കകത്ത്, നിങ്ങളുടെ കൂട്ടായ്മയ്ക്കകത്ത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അവിടെ ഒരു പക്ഷേ അമേരിക്കയിൽ ജോലിയുള്ളവർ കാണും. മക്കൾ അമേരിക്കയിലുള്ളവർ, ജർമ്മനിയിലുള്ളവർ, UK ഉള്ളവർ, അല്ലെങ്കിൽ കാനഡയിലുള്ളവർ, ഓസ്ട്രേലിയൻ രാജ്യം, യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ കാണും. അവർക്ക് നല്ല പണം കാണും, നല്ല പണവും സ്വാധീനമൊക്കെ കാണും. അവർക്ക് അതിൻ്റെതായ പ്രൗഢിയൊക്കെ കാണും. അവർ സഭയിലേക്ക് അങ്ങനെയൊക്കെയാണ് വരുന്നത്. അങ്ങനെ വരുന്നവരുമുണ്ട്, സാധുക്കളായവർ നിങ്ങളുടെ സഭയിലുണ്ട്. യാതൊരു പ്രൗഢിയില്ലാതെ അനുദിനം ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പാട് പെടുന്നവരുമുണ്ട്. നിങ്ങൾ അവർ 2 കൂട്ടർ നിങ്ങളുടെ സഭയിൽ വരുമ്പോൾ പണമുള്ളവനെ ഇല്ലാത്തവനെ ഒരുപോലെ സ്നേഹിക്കണം. പണമുള്ളവന്റെ പേഴ്സ് നോക്കി നീ ദൈവവചനം ശുശ്രൂഷിക്കരുത്. പണമുള്ളവന്റെ പേഴ്സ് നോക്കി നീ ശുശ്രൂഷിക്കരുത്. നിന്നെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ നിനക്കൊരു വിസ കിട്ടും എന്നുള്ള ആഗ്രഹത്തോടെ നീ ദൈവസഭയെ ശുശ്രൂഷിക്കരുത്. വിദേശത്തു നിനക്ക് പണം വരുമെന്ന് നോക്കി നീ ശുശ്രൂഷിക്കരുത്. ദൈവ സ്നേഹത്തിലാണ് ശുശ്രൂഷിക്കേണ്ടത്. സ്നേഹം എന്ന് പറയുന്നത് നിന്റെ ശുശ്രൂഷയിൽ വെളിപ്പെടണം. പല സഭയിലും കാണുമ്പോൾ പല അച്ചായന്മാരെയും പുകഴ്ത്തും, ചില അമ്മാമ്മമാരെയും പുകഴ്ത്തും, ചില പാസ്റ്റർമാര്. അല്ലേരിയ. സാധുക്കളായിരിക്കുന്ന കണ്ണുനീർ നിനക്ക് ശാപമായി മാറും. അല്ലേരിയ. നിന്റെ സഭയ്ക്കകത്ത് സാധുക്കളായിരിക്കുന്നത്, ആമേൻ, അല്ലെങ്കിൽ കഷ്ടതയിലൂടെ കടന്നു വന്ന ദൈവത്തെ ആരാധിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന, നിങ്ങളോടൊപ്പം നിൽക്കുന്ന സാധുക്കളായിരിക്കുന്നവരെ നിങ്ങൾ കണ്ണുനീര് കുടിപ്പിച്ചാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാരെ അത് പാപമാണ്. അല്ലേരിയ. അപ്പൊ യേശു ക്രിസ്തുവിനോട് കൂടെ നടന്ന, അല്ലേരിയ, 12 ശിഷ്യന്മാരെ യേശു സ്നേഹിച്ചു. അല്ലേരിയ. 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തിൽ യൂദാ ഇസ്കരിയോത്താവ് തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് യേശു പറഞ്ഞിട്ടും, അല്ലേരിയ, യൂദയെ സ്നേഹിച്ചു. ആ സ്നേഹമാണ് നിങ്ങൾക്ക് വേണ്ടിയത്. അപ്പൊ എല്ലാവരോടും മുഖപക്ഷം കാണിക്കാതെ സ്നേഹിക്കാൻ കഴിയുന്നെങ്കിൽ നിങ്ങളാണ് ആ രാജകീയ ന്യായപ്രമാണം നിവർത്തിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് സഭയ്ക്കകത്ത് വരുന്നവരെ പക്ഷം തിരിക്കരുത്. അല്ലേരിയ. അവരോട് മുഖപക്ഷം കാണിക്കരുത്. അവരെ ചേർത്ത് പിടിക്കണം. അല്ലേരിയ. നിന്നോടൊപ്പം നിൽക്കുവാൻ എപ്പോഴും നിന്റെ കൂടെ നിൽക്കുന്ന സാധുക്കളായിരിക്കുന്നവരായിരിക്കും കാണുന്നത്. പണമുള്ളവരൊക്കെ അവർ പൊടി തട്ടി എഴുന്നേറ്റ് പോകും. പക്ഷെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കണ്ണീരൊഴുക്കുവാൻ സാധുക്കളായിരിക്കുന്ന ദൈവമക്കൾക്ക്, അവർക്കാണ് കണ്ണുനീരുള്ളത്.
പണമുള്ളവർക്ക് കണ്ണുനീരില്ല. അത് നിങ്ങൾക്കറിയത്തില്ലേ? നിങ്ങൾ എവിടെയെങ്കിലും സഭയ്ക്കകത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണത്തിന്റെ കൊഴുപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്കും ആത്മഭാരവുമില്ല, കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയില്ല. കാരണം അവരെല്ലാം തികഞ്ഞവർ. അവർക്ക് പണമുണ്ട്, സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, മക്കളൊക്കെ വിദേശത്താണ്, എല്ലാ പ്രൗഢികളും ഉണ്ട്, നാട്ടിൽ ഒരുപാട് വരുമാനങ്ങളുണ്ട്. അവർക്ക് പിന്നെ കണ്ണുനീരോടെ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അവർക്ക് ആത്മഭാരമില്ല, അവർക്ക് കണ്ണുനീരുമില്ല. എന്നാൽ സഭയ്ക്കകത്ത് കടന്നു വരുന്ന സാധുക്കളായിരിക്കുന്ന ചില അമ്മാമ്മമാര്, ചില അമ്മച്ചിമാര്, ചില അച്ചായന്മാരുണ്ട്, ചില സഹോദരിമാരുണ്ട്. അവർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ദൈവസഭയുടെ ഐക്യതയ്ക്ക് വേണ്ടി, ദൈവസഭയുടെ സമാധാനത്തിന് വേണ്ടി, ദൈവമക്കളുടെ ഐക്യതയ്ക്ക് വേണ്ടി, ദൈവമക്കളുടെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി, അവർ സ്നേഹത്താൽ വസിക്കാൻ വേണ്ടിയിട്ട്, സഭയ്ക്കകത്ത് ഭിന്നത വരാതെ സഭയെ നടത്താൻ വേണ്ടിയിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരാണ് യഥാർത്ഥ ദൈവമക്കൾ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ ഇതൊരു ഉപായമായിട്ട് കണ്ടുവരുന്നവരുണ്ട്. ചിലരൊക്കെ ഇതൊക്കെ ഒരു മാർഗമായിട്ട് ഈ വിശുദ്ധിയുടെ വേഷം ധരിച്ച് പാപം ചെയ്യാനുള്ള ഒരു മറയായിട്ട് പലരും നിൽക്കുന്നവരുണ്ട്. പലരും ഈ വിശ്വാസം നിൽക്കുന്ന പാപം ചെയ്യാൻ വേണ്ടി. കാരണം ജനത്തിന് മുമ്പിൽ വലിയ വിശുദ്ധനെ നയിക്കുകയും കൂട്ടുകാരനെ പായുകയും ചെയ്യും. ഹല്ലേലൂയ. നിന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ ഉള്ളിലെ സ്നേഹം എത്ര വലുതാണ്, നിന്റെ ഉള്ളിലെ സ്നേഹം എത്ര ശ്രേഷ്ഠമേറിയതാണെന്ന് നീ തിരിച്ചറിയണം. ക്രിസ്തു നിന്നെ സ്നേഹിച്ചതുപോലെ നിനക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ, പ്രൈസ് ദി ലോർഡ്, ഒരിക്കലും യോഗ്യതയിലായിരുന്ന സ്ഥാനത്ത് ഒരിക്കലും നിങ്ങൾക്ക് ദൈവത്തിലേക്ക് കടന്നു വരാൻ കഴിയാതെ, ദൈവസഭയുടെ അനുഭവത്തിലേക്ക് വരാതെ, ദൈവത്തിന്റെ മണവാട്ടിയായി മാറാൻ കഴിയാതെ, പുതിയ യെരൂശലേമിന്റെ നന്മ കാണാൻ കഴിയാതെ, നിത്യമായ സ്വർഗത്തെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിയാതെ, നിത്യജീവനെ പ്രാപിക്കാൻ കഴിയാതെ, നിത്യജീവൻ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ, പാപത്തിൽ മരിച്ചു കിടന്ന, പാപത്തിൽ വീണ് കിടന്ന നിന്നെ, ഹല്ലേലൂയ, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിന്ന്, ദോഷവും വ്യഭിചാരമുള്ള തലമുറയുടെ നടുവിൽ നിന്ന്, നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും നിന്നെ വീണ്ടെടുത്ത് നിന്നെ സ്നേഹിച്ചൊരു യേശുവുണ്ട്. ഹല്ലേലൂയ. ലോകമല്ല നിന്നെ സ്നേഹിച്ചത്, കേട്ടോ. ലോകമല്ല സ്നേഹം, നിന്നെ സ്നേഹിച്ചവൻ യേശുവാ. യേശു നിന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് നിനക്ക് നിത്യമായ സന്തോഷം ലഭ്യമായത്, സമാധാനം കിട്ടിയതും രക്ഷ കിട്ടിയതും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, രക്തം ചെയ്യും, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്രമാണത്തിൽ നീ ഉറച്ചു നിൽക്കണം. പ്രമാണത്തെ നീ ലംഘിക്കരുത്. ഹല്ലേലൂയ. ആരോടും മുഖപക്ഷം കാണിക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. പത്രോസ് തന്നെ പറയുന്നത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് പറഞ്ഞ് ദൈവവചനം ശുശ്രൂഷിച്ചപ്പോൾ കൊർന്നല്യോസിന്റെ ഭവനത്തിലുണ്ടായിരുന്ന എല്ലാവരുടെ പേരും പരിശുദ്ധാത്മാവ് വന്നെന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് മുഖപക്ഷമില്ല, കേട്ടോ സ്നേഹിത. ഞാൻ ഈ ദൈവത്തിനൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയട്ടെ. ദൈവം മുഖപക്ഷം കാണിക്കുന്നവരായിരുന്നെങ്കിൽ എനിക്ക് ഈ വേദപുസ്തകം തൊടാൻ പോലും യോഗ്യതയില്ലായിരുന്നു. ദൈവം മുഖപക്ഷം കാണിക്കുന്നവനായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ മരിച്ച് അലിയ മണ്ണായി തീർന്നേനെ. ഒരു പിടി മണ്ണായി ഞാൻ തീർന്നേനെ. എൻ്റെ പേര് പോലും ഭൂമിയിൽ നിന്ന് മാറിപ്പോയേനെ. എന്നെ ഒന്ന് ഓർക്കാൻ പോലും ആരും ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ പാപിയായിരുന്ന എന്നെ, അല്ലെങ്കിൽ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിന്ന്, ദോഷവും വ്യഭിചാരമുള്ള തലമുറയുടെ നടുവിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന്, നാശകരമായ കുഴിയിൽ നിന്ന് ദൈവം എന്നെ സ്നേഹിച്ച് എനിക്ക് ഈ ആത്മരക്ഷ തന്നതാണ് ഞാൻ മറ്റുള്ളവരെ മുഖപക്ഷം കൂടാതെ സ്നേഹിക്കാൻ കാരണം യേശുവിൻ്റെ സ്നേഹത്തെ ഞാൻ ശരിയായി അനുഭവിച്ചറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മരണം പല പ്രാവശ്യം ജീവിതത്തിന്റെ മുമ്പിൽ ഓടിയെത്തിയപ്പോൾ പലപ്പോഴും മരണത്തിന്റെ വക്കിലോളം എത്തിയ സന്ദർഭങ്ങൾ, മരണം എന്നെ കൊണ്ട് പോകുമെന്ന് പറഞ്ഞ് എനിക്കെതിരെ നിന്ന സമയങ്ങൾ, ഞാനും മരണപ്പെട്ടു പോകുമെന്ന് ചിന്തിച്ച അനവധി സന്ദർഭങ്ങൾ, സാഹചര്യത്തിൽ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രശ്നയ്ക്ക് മരണത്തിന് വിട്ടുകൊടുക്കാതെ, പാപത്തിന് വിട്ടുകൊടുക്കാതെ, സാത്താന് വിട്ടുകൊടുക്കാതെ, ഈ ലോകത്തിന് വിട്ടുകൊടുക്കാതെ, കർത്താവായ യേശു ക്രൂശിലൂടെ പകർന്നു തന്ന ആ സ്നേഹത്താൽ എന്നെ വിളിച്ച് വേർതിരിച്ച രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് എന്നെ ദൈവത്തിന്റെ മകനാക്കി മാറ്റി. പ്രൈസ്. അപ്പൊ എനിക്ക് കർത്താവിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വിശുദ്ധമായിരിക്കണം. മനുഷ്യനാണ് എപ്പോഴും പാപ സ്വഭാവങ്ങൾ കടന്നു വരിക. നമ്മുടെ സംസാരം കൊണ്ട്, നോട്ടം കൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, കൊടുക്കൽ വാങ്ങൽ, നിരൂപണത്തിൽ, നമ്മുടെ എല്ലാ ക്രയവിക്രയങ്ങളിലും, ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ
വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ അനേക പാപങ്ങൾ, രഹസ്യ പാപങ്ങൾ, സ്വമേധ പാപങ്ങൾ, മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ നമുക്ക് സംഭവിക്കാം. Praise the Lord. അങ്ങനെ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ തെറ്റിലേക്ക് നീ വീണ്ടും വഴുതി പോകാതെ, തെറ്റിനെ വീണ്ടും ആവർത്തിക്കാതെ, ആ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിന് ക്ഷമാപണത്തോടെ മടങ്ങി വന്ന് ഹല്ലേലൂയ വീണ്ടും വിശുദ്ധിയെ തികയ്ക്കണം. ഹല്ലേലൂയ. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിനാൽ വിശ്വസിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൽ വീണ്ടും ജന്മം പ്രാപിച്ചവർക്ക് മാത്രമേ സഹോദരനെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ നിനക്ക് ഒരിക്കലും സഹോദരനെ സ്നേഹിക്കാൻ കഴിയത്തില്ല. നിന്റെ കണ്ടുവെട്ടത്ത് കാണുന്നവരെല്ലാം, നിന്റെ കൺമുമ്പിൽ കാണുന്നവരെല്ലാം നിന്റെ സഹോദരൻ സഹോദരിയാണെന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. അത് തിരിച്ചറിയാൻ കഴിയാത്ത നിന്റെ കണ്ണ് കുരുടായതാ. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. രക്തം ചെയ്യും. പിതാവായ ദൈവം അല്ലെങ്കിൽ തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത് യഹൂദന്മാരെ മാത്രം സമ്പാദിക്കുവാൻ വേണ്ടി, യഹൂദന്മാർക്ക് മാത്രം പ്രീതി കൊടുക്കാൻ വേണ്ടി, അവർക്ക് മാത്രം രക്ഷ നൽകാൻ വേണ്ടിയിട്ടല്ല വന്നത്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകലരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. യോഹന്നാൻ 3:16 വായിച്ചെന്ന് കാണാൻ കഴിയും. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് അവനെ നൽകുവാൻ തക്കണം, എന്താ പറഞ്ഞാൽ യേശുവിനെ നൽകുവാൻ തക്കണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് യോഹന്നാൻ 1:12 പറയുന്നുണ്ട്, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവാൻ അധികാരം തന്നു. അപ്പം ദൈവത്തെ വിശ്വസിച്ച്, കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ദൈവഭവനത്തിന്റെ അംഗമായിരിക്കുന്നവർക്ക് മാത്രമേ സഹോദരനെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് കുടുംബത്തിനകത്ത് വ്യത്യസ്തമായ സ്നേഹങ്ങളാണ്. ഒരപ്പനും അമ്മയ്ക്കും വലിയ 10 മക്കളുണ്ടെങ്കിൽ, പണ്ടൊക്കെ, ഇന്നിപ്പം 2-3 ഒക്കെ ഉള്ളൂ. ചില കുടുംബങ്ങൾക്ക് 3-4 ഉണ്ട്. അപ്പം 2 മക്കളെ ഉണ്ടെങ്കിലും 2 മക്കളും 2 സ്നേഹമാണ് കാണിക്കുന്നത്. 3 മക്കളാണെങ്കിൽ 3 വിധത്തിലുള്ള സ്നേഹമാണ്. ആ സ്നേഹം പ്രകടമാകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? അപ്പന്റെ മുതൽ ഭാഗം വെക്കുമ്പോഴാണ് മക്കളോടുള്ള വേർതിരിവ് കാണിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ സമ്പത്തുകൾ വീതം വെക്കുമ്പോൾ, നിങ്ങളുടെ സമ്പത്തുകൾ വിഭജിക്കുമ്പോഴാണ് ഒരപ്പന്റെ മക്കൾ 3 പേരാണെങ്കിൽ ആ 3 പേരോടും പന്തിയിൽ പക്ഷാഭേദം എന്ന് പറഞ്ഞ മുഖപക്ഷം കാണിച്ച് സ്വത്ത് വിഭജിച്ചു കൊടുക്കുന്ന അനവധി ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അവരൊക്കെ വിശ്വാസത്തിന്റെ രീതിയിലാണ് നിൽക്കുന്ന വിശ്വാസികളാണെന്നാണ് പറയുന്നത്. പക്ഷേ നിനക്കുള്ളത് വിറ്റ് നീ ദരിദ്രം കൊടുക്കാൻ യേശു പറഞ്ഞു, നിനക്കുള്ളത് ഒരുപോലെ നീ ഭാഗം ചെയ്യണം. ആർക്കും നീ കൂടുതൽ കൊടുക്കരുത്. എല്ലാം നിന്റെ മക്കളാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിൽ രാജകീയ ന്യായപ്രമാണം നിങ്ങൾക്ക് നിവർത്തിക്കാൻ കഴിയുള്ളൂ. നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം കെട്ടുപോയത്, നിങ്ങളുടെ കുടുംബത്തിന്റെ സ്നേഹം നഷ്ടപ്പെട്ടത്, നിങ്ങളുടെ കുടുംബത്തിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോയത്, നിങ്ങളുടെ കുടുംബത്തിനകത്ത് പാപം പെരുകിയത്, ശാപം പെരുകിയത്, ഹല്ലേലൂയ, അതിന് അയൽവാസികളല്ല കുറ്റക്കാരൻ, നാട്ടുകാരല്ല കുറ്റക്കാരൻ. നിന്റെ ജീവിത കുഴപ്പമാണ്. ദൈവത്തെ നീ അനുസരിക്കാതെ പോയതും, ദൈവത്തെ മറന്നുപോയതും, മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും സ്നേഹിക്കാനും കഴിയാതെ പോയതാണ് നിന്റെ കുടുംബത്തിനകത്ത് സകല പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും ബന്ധനങ്ങളും കടന്നു വരാൻ കാരണം. അല്ലാതെ അവൻ മന്ത്രവാദം ചെയ്തിട്ടാ, അവൻ കൂടോത്രം ചെയ്തിട്ടാ, അവൻ ശൂദ്രം ചെയ്തിട്ടാ, അവൻ തകിട് കൊണ്ടിട്ടിട്ടാ, ഏലസ് കൊണ്ടിട്ടിട്ടാ, അത് വരുത്തുപോക്കൊള്ളൊന്നും നീ പറയരുത്. നിന്റെ ജീവിത കുറവ് കൊണ്ടുവരുന്നതാ. ആഭിചാര മന്ത്രവാദ കൂടോത്ര ശൂദ്രങ്ങൾ നിന്നെ കേൾക്കത്തില്ല. സംഖ്യാപുസ്തകം 21 വായിക്കുക. ആഭിചാരം യാക്കോബിന് ഭരിക്കില്ല, ലക്ഷണത്തിൽ ഇസ്രായേൽ ഭരിക്കില്ല. പിന്നെ എന്തിനാ ആഭിചാര മന്ത്രവാദത്തെ ഭയപ്പെടുന്നത്? ഹല്ലേലൂയ. നിനക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയാത്തതോ നീ എല്ലാത്തിനെയും ഭയപ്പെടും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്നേഹിക്കാത്തവന്റെ ജീവിതം ഇന്നും ശാപം കൊണ്ട് നടന്നതായിരിക്കും. അവിടെ ഇന്ന് പ്രശ്നമായിരിക്കും. അല്ലേ? ദൈവത്തെ സ്നേഹിക്കാൻ കഴിയാത്തവന്റെ കുടുംബത്തിന്റെ അവസ്ഥ, ദൈവത്തെ സ്നേഹിക്കാത്തവന്റെ കുടുംബത്തിന്റെ അവസ്ഥ, സഹോദരനെ സ്നേഹിക്കാത്ത, സഹോദരിയെ സ്നേഹിക്കാത്തവന്റെ അവസ്ഥ, സഹവിശ്വാസികളെ സ്നേഹിക്കാത്തവന്റെ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു അറിയാമോ? നിങ്ങളൊരു കാന്തം എടുക്കണം, ഒരു കാന്തക്കഷ്ണം എടുക്കണം. എന്നിട്ട് കാന്തം എടുത്തിട്ട് നിങ്ങൾ ഒരു പാക്കറ്റ് മുട്ടുസൂചി വാങ്ങി നിലത്തോട്ടിട്ടിട്ട് ആ കാന്തം എന്ത് ചെയ്യണം? ആ മുട്ടുസൂചിക്ക് മുകളിൽ കാണിക്കണം. കാന്തം മുട്ടുസൂചിക്ക് മുകളിൽ കാണിക്കുമ്പോഴത്തേന് ഈ മുട്ടുസൂചികളെല്ലാം ഒന്നിനോടൊന്ന് കോർത്ത് ആ കാന്തത്തിൽ പറ്റിപ്പിടിക്കും. ആ മുട്ടുസൂചി വലിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. കാരണം എങ്ങനെ എടുത്താലും കയ്യെ കൊള്ളത്തക്ക വിധത്തിൽ അതിൻ്റെ മുനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിൽക്കും. ഹല്ലേലൂയ. വേദനിപ്പിക്കും. ഹല്ലേലൂയ.
വളരെ വേദനിപ്പിച്ച പിന്നെ നമ്മളൊക്കെ ആ കാന്തത്തിൽ നിന്ന് മുട്ടുസൂചി പറിച്ചെടുക്കും. നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ. എന്ന് പറഞ്ഞ പോലാണ് എന്നെ കേൾക്കുന്ന സഹോദര സൂരി, ദൈവത്തെ സ്നേഹിക്കാത്ത നിന്റെ കുടുംബം ഇതുപോലെ ആമി നിൽക്കുക, എപ്പോഴും വേദന കാന്തവും മുട്ടുസൂചിയും പറഞ്ഞ പോലെ. അല്ലേരിയ, എപ്പോഴും വേദനിപ്പിക്കുന്ന അനുഭവം അത് സാത്താൻ കൊണ്ടുവരുന്നതാ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് കലഹം കൊണ്ടുവരുന്ന ആരാ? പിശാച് കൊണ്ടുവരുന്നതാ. പിശാചിന്റെ ഒന്നാമത്തെ ഇഷ്ടം നിന്റെ കുടുംബത്തിൽ കലഹം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ ഭിന്നിപ്പിക്കുക, അപ്പനെയും മക്കളെയും ഭിന്നിപ്പിക്കുക, അമ്മായിയും മരുമോളും കൂടെ തമ്മിലടിപ്പിക്കുക, അല്ലേലിയ, അയൽവാസികളെ തമ്മിലടിപ്പിക്കുക. ഇതൊക്കെയാണ് പിശാചിന്റെ പ്രവൃത്തി. അത് നിന്റെ കുടുംബത്തിൽ നിന്റെ വെളുപ്പം ഓർത്തോണം. നിന്റെ നടത്തുന്നത് ദൈവാത്മാവല്ല, സാത്താനാണ് ഓർത്തോണം. മാനസാന്തരപ്പെടങ്ങി നീ ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വന്ന് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യണം. ദൈവത്തിന് പ്രസാദമുള്ളത് നിങ്ങൾ ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. യേശുവിൻ്റെ സ്നേഹം നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നീ പരാജയപ്പെടില്ല. പ്രൈസ് ദി ലോർഡ്. സ്നേഹമില്ലാത്തത് കൊണ്ടാണ് നീ വായിക്ക് വരുന്നത് നീ വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ചിലരൊക്കെ കൂടെ സംസാരിച്ചാൽ കാണത്തില്ലേ, ആ 7 അയലൊക്കത്ത് നിൽക്കാൻ പറ്റത്തില്ല. ചിലരോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ 7 ആറ്റി കുളിച്ചാലും പാപം മാറത്തില്ല. കാരണം ചിലരുടെ വാക്കുകളൊക്കെ അങ്ങനത്തെ, ചിലരുടെ വാക്കുകൾ ദുഷ്ട വാക്കുകൾ, പുഴുത്ത വാക്കുകളാണ്. പലരും മോടിയുള്ള വസ്ത്രം ധരിച്ച് നടക്കുന്നെങ്കിലും, മോടിയുടെ വേഷം ധരിച്ച് വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞൊരുങ്ങി നടക്കുന്നെങ്കിലും അവരുടെ വാക്കുകൾ ജീർണിച്ചതാണ്. അല്ലേ? സഹോദരനോട് ജീർണിച്ച വാക്കുകൾ, ജീർണിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ലേ? ആ മനുഷ്യൻ മരിച്ച് ജീർണിച്ച് പുഴുവരിച്ചെടുത്ത് നമ്മൾ പറയല്ലേ? അല്ലേ? ലാസം മരിച്ച് ജീർണിച്ച് കല്ലറയ്ക്കകത്ത് പുഴുവരിച്ചു, ജീർണിച്ചു പോയി. അല്ലേ? നമുക്കറിയാം, ഒരു മൃഗം ചത്തു, അത് ചത്ത് അല്ലെങ്കിൽ അത് പുഴുവരിച്ച് ജീർണിച്ചു, നാറ്റവും. അല്ലേ? അങ്ങനെ പറയാം, ജീർണിച്ചു എന്നുള്ള പദം നിങ്ങൾ ചിന്തിച്ചെടുത്ത് വയ്ക്കുക. അപ്പം പലരുടെയും വാക്കുകൾ ഇതുപോലെ ജീർണിച്ചതാണ്, നാറ്റം വെച്ച വാക്കുകളാണ്. കണ്ടാൽ വലിയ കുഴപ്പമൊന്നുമില്ലെന്നേ, പക്ഷെ ചിലരുടെ വാക്കുകൾ വെറും ജീർണിച്ച വാക്കുകളാണ്, നാറ്റം വെച്ച വാക്കുകളാണ്, ദുർഗന്ധം വമിക്കുന്ന വാക്കുകളാണ്. ദൈവത്തിൽ നിന്ന് ജനിക്കാത്തവന്റെ വാക്കുകളെല്ലാം ജീർണിച്ചതാണ്, ദുർഗന്ധം വമിക്കുന്നതാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവരുടെ വാക്കുകൾ, ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവത്തിന്റെ വാക്കുകൾ സൗരഭ്യമേറിയതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീർണിച്ച വാക്കുകൾ നീ മാറ്റിക്കളഞ്ഞിട്ട് നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ദൈവത്തിന് പ്രസാദമുള്ള സൗരഭ്യവാസനയായി നിന്റെ സഹോദരിയെ നിനക്ക് സ്നേഹിപ്പാൻ കഴിയണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ സഹോദരനെ സ്നേഹിക്കാതെ നിങ്ങൾ സ്വർഗത്തിൽ പോകാനാണോ ഇരിക്കുന്നത്? സ്വന്തം സഹോദരനെ സ്നേഹിക്കാതെ, വിശ്വാസികളെ സ്നേഹിക്കാതെ, മാതാപിതാക്കളെ സ്നേഹിക്കാതെ, അവരെ കൊണ്ട് ഓട്ടോജോബിൽ ഇട്ടിച്ച് നീ സ്വർഗത്തിൽ പോകാനാണോ കൈകുട്ടി പാടുന്നത്? നീ സ്വർഗത്തിൽ പോകത്തില്ല ശ്രോതാവി. വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും പോകുമെന്ന് കാണിച്ചതാ? നീ പാപം വിട്ട് മടങ്ങി വരണം. രാജകീയ ന്യായപ്രമാണം എന്ന് പറഞ്ഞ സ്നേഹം നിന്റെ ഉള്ളിൽ വളരട്ടെ. രാജകീയ ന്യായപ്രമാണം എന്ന് പറഞ്ഞ സ്നേഹം നിന്റെ ഉള്ളിൽ വളരണം. അത് ദൈവം നിന്നിൽ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. രക്തം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന്റെ പറഞ്ഞു, എന്റെ കൂട്ടുകാരൻ ആരെന്ന് ഒരിക്കലും ന്യായശാസ്ത്രി യേശുവിനോട് ചോദിച്ചു. ന്യായശാസ്ത്രിയുടെ ചോദ്യം എന്റെ കൂട്ടുകാരൻ ആരെന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ സ്തോത്രം, ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 29-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, അല്ലെങ്കിൽ ആമേൻ സ്തോത്രം, ആമേൻ, അല്ലെങ്കിൽ അവൻ തന്നെത്താൻ നീതീകരിക്കാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട് എന്റെ കൂട്ടുകാരൻ ആരെന്ന് ചോദിച്ചതിന്, ന്യായശാസ്ത്രിയ, പക്ഷെ തന്റെ കൂട്ടുകാരനെ അവന് തിരിച്ചറിയത്തില്ല. പക്ഷേ അവന്റെ കൂട്ടുകാരെന്ന് ചോദിച്ചതിന് യേശു അല്ലടിയ ആ കാര്യം വിശാലമാക്കാൻ വേണ്ടിയിട്ട് അത് അവന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നല്ല ശബരിക്കാരന്റെ ഉപമയാണ് എടുത്തത്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യം വായിക്കുമ്പോൾ യേശു ഉത്തരം പറഞ്ഞത്, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടിച്ചു പോയി. അവിടെയായി യാദൃശ്യ ഒരു പുരോഹിതൻ വന്നു, അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിലെത്തി, അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി.
ഒരു ശമരിക്കാരൻ വഴിപോകയിൽ അവന്റെ അടുക്കൽ എത്തി. അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവ് കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. അപ്പൊ ഇവനെ അവന്റെ നമ്മുടെ ശബരിക്കാരന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ട് രക്ഷ ചെയ്ത ആ ഒരു രാത്രി അവനോടുകൂടി ഈ നല്ല ശബരിക്കാരൻ പാർത്തുന്നുള്ളതാണ്. അപ്പൊ ന്യായശാസ്ത്രിക്ക് തന്റെ കൂട്ടുകാരൻ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വന്നപ്പോൾ യേശു പറഞ്ഞു കൊടുത്ത ഒരു ഉപമയാണ് ആമിലലി അർത്ഥപ്രാണനായ മനുഷ്യനെ കുറിച്ച്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു നല്ല ശബരിക്കാരന്റെ ഉപമ പറയുമ്പോൾ എരിഹോവിൽ അർത്ഥപ്രാണനായി കിടന്ന മനുഷ്യനെ ലേവിനും പുരോഹിതനും സഹായിച്ചില്ല. അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ ഒരു ലേവിനും ഒരു പുരോഹിതനെ സഹായിപ്പാൻ കഴിഞ്ഞില്ല. എന്നാൽ തൊട്ടുകൂടാത്തവൻ, തീണ്ടിക്കൂടാത്തവൻ എന്ന താഴ്ന്ന ജാതിക്കാരൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ശബരിക്കാരൻ ആമിലലിയ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് മുമ്പോട്ട് വന്ന് സ്വതന്ത്രം അവന്റെ മുറിവുകൾ എണ്ണയും വീഞ്ഞും പകർന്ന് മുറിവുകളെ കെട്ടി തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. കണ്ട യേശു ഇന്നും പലർക്കും അറിയത്തില്ല കൂട്ടുകാരൻ ആരാന്ന് അറിയത്തില്ല. പലരുടെയും കൂട്ടുകാരൻ ആരാന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. ന്യായശാസ്ത്രിയെ പോലെ പലരും ഇന്ന് യേശുയോട് ചോദിക്കും എന്റെ കൂട്ടുകാരനാണ്. എന്നിട്ട് യേശു ന്യായശാസ്ത്രിയോട് ചോദിച്ചു, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവൻ ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു? അപ്പോൾ അവരോട് കരുണ കാണിച്ചവൻ എന്ന് പറഞ്ഞു. യേശുവിനോട് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതേ സ്നേഹിത, അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ അവന്റെ മുറിവുകളെ കെട്ടി എണ്ണ തേച്ച് അവനെ സുഖപ്പെടുത്തുവാൻ പുരോഹിതരിൽ ലേവിനും കഴിയാതെ വന്നപ്പോൾ ആമെ തീണ്ടിക്കൂടാത്തവൻ, ഐത്തക്കാരൻ, ജാതിയിൽ കുറഞ്ഞവനായ ശബരിക്കാരൻ ആർത്തപ്രാണനായ മനുഷ്യന്റെ മുറിവ് എണ്ണയും വീഞ്ഞും പുരട്ടി അവന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൂടി രക്ഷ ചെയ്ത് ആ രാത്രിയിൽ അവനോടൊപ്പം പാർത്തിട്ട് പിറ്റേന്നാൾ പോകുമ്പം പറയുക, ഹല്ലേലൂയ, അവൻ അധികം വല്ലതും വന്നാൽ 2 വെള്ളിക്കാശ് കൊടുത്തിട്ട് പറയാ, അധികം വല്ലതും വന്നാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. ഇതാണ് യഥാർത്ഥ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥ സ്നേഹത്തിലേക്ക് നീ മടങ്ങി വരണം. എന്നെ കേൾക്കുന്ന പ്രിയതേ, സ്നേഹം ദയയെ കൊണ്ടുവരുന്നു. ദയ മറ്റുള്ളവരെ സഹായിക്കുവാനായി ഹൃദയത്തെ പ്രേരിപ്പിക്കുന്നു. ത്യാഗപൂർവ്വം പെരുമാറുവാൻ നിർബന്ധിക്കുന്നു. ഇന്ന് അനേകർ തങ്ങളെ പോലെ തുല്യ അന്തസ്സുള്ളവരെയും വിദ്യാസമ്പന്നരെയും സ്നേഹിക്കുന്നു. ക്രിസ്തു അപ്രകാരം സ്നേഹിച്ചിരുന്നെങ്കിൽ നമുക്കാർക്കും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കഴിയുമായിരുന്നില്ല. ഇന്നത്തെ സ്നേഹം പോലെയാണെങ്കിൽ ക്രിസ്തു അങ്ങനെ ചെയ്തതിന് നമുക്കാർക്കും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കഴിയില്ല. എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ സ്നേഹത്തിന് അർഹരല്ലാത്തവരായിരുന്ന നമ്മെ അവൻ ചേർത്ത് പിടിച്ചില്ലേ? യേശുവിന്റെ സ്നേഹത്തിന് അർഹതയില്ലാതിരുന്ന എന്നെ നിങ്ങളെ അവൻ ചേർത്ത് പിടിച്ച സ്നേഹം നമുക്ക് തന്നു. ഹല്ലേലൂയ. ശത്രുക്കളെയും അന്യരെയും സ്നേഹിക്കുവാൻ ദൈവം നമ്മെ പഠിപ്പിച്ചു. ഹല്ലേലൂയ. നാം ഈ ലോകപാതയിൽ ഒരു പ്രാവശ്യം മാത്രമേ കടന്നു പോവുകയുള്ളൂ. ഹല്ലേലൂയ. നാം ഈ ലോകത്തിൽ ഒരിക്കൽ മാത്രമേ കടന്നു പോവുകയുള്ളൂ. ഒരിക്കൽ മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ. ആ ലഭിച്ച സമയം ശത്രുക്കളെ സ്നേഹിക്കണം. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. സഹോദരനെ പകയ്ക്കാതെ അവനെ സ്നേഹിക്കുവാൻ കഴിയണം. കുടുംബത്തിൽ തൊട്ട് സഭയിലും. ഹല്ലേലൂയ. നീ കടന്നു പോകുന്ന എല്ലാ മേഖലയിലും സ്നേഹം നിന്റെ ഉള്ളിലുണ്ടായിരിക്കണം. മുഖപക്ഷം കാണിക്കരുത്. മുഖപക്ഷം കൽപ്പന ലംഘനമാണ്. സ്നേഹമാണ് രാജകീയ ന്യായപ്രമാണം. ആ നിലനിർത്തണം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, ഇവിടെ നീ എല്ലാവരെയും സ്നേഹിക്കുന്നെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാകുള്ളൂ. ഇവിടെ സ്നേഹിക്കുന്നെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാകുള്ളൂ. അതുകൊണ്ടാണ് സ്തോത്രം, നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത്. ഇബ്രാഹിം ലേഖനത്തിലേക്ക് വരുമ്പോൾ, ഇബ്രാഹിം ലേഖനം വായിക്കുമ്പോൾ 13-ാം അധ്യായം വരുമ്പോൾ, സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്, അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം എന്ന് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിഥി സൽക്കാരം മറക്കരുത്. അധ്യക്ഷന്റെ അഥവാ മൂപ്പന്റെ യോഗ്യതകളിൽ ഒന്നാണ് അതിഥി സൽക്കാര പ്രിയനായിരിക്കണം എന്നുള്ളത്. ഹല്ലേലൂയ. കാലങ്ങളിൽ സുവിശേഷം അറിയിക്കുന്നവനോ മറ്റ് ആവശ്യങ്ങളിലോ വിശ്വാസികൾ യാത്ര ചെയ്യേണ്ടി വന്നാൽ അവരെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യേണ്ടത് വിശ്വാസികൾ കർത്തവ്യമായിരുന്നെന്ന് അപ്പോസ്തലൻ പഠിപ്പിക്കുന്ന അതേ അനുഭവം തന്നെ ഇന്നും വേണം.
അല്ലെങ്കിൽ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നവൻ, ദൈവവേലയ്ക്ക് വേണ്ടി നിൽക്കുന്നവൻ, ശുശ്രൂഷയ്ക്കായി ഒരുങ്ങിയിരിക്കുന്നവനെ സഹായിപ്പാനും അവരെ ചേർത്ത് പിടിക്കുവാനും അവൻ അതിഥി സൽക്കാരം ചെയ്യുവാനും കഴിയുന്നതായിരിക്കട്ടെ നിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ ആമേൻ. ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അബ്രഹാമിനെ ഉദ്ദേശിച്ച ഹല്ലേലൂയ അതിസൽക്കാരത്തിൽ അബ്രഹാമിനെ ഇവിടെ മാതൃകയാക്കി കാണിക്കുക. അതെ, നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിത്യതയിൽ സ്ഥാനമുണ്ടാകുള്ളൂ, ദൈവരാജ്യത്തിന് പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഞാൻ വായിച്ച വചനത്തിലേക്ക് ഒന്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. എന്താണ് വായിച്ച വചനം? യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 8-ാമത്തെ വാക്യമുള്ള വായിച്ചത്. എന്നാൽ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന തിരുവെഴുത്തിനൊത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ നന്ന. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു, മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ലംഘനക്കാർ എന്ന് ന്യായപ്രമാണത്താൽ തെളിയുന്നു. ഹല്ലേലൂയ. അതെ, നിങ്ങൾ ലംഘനം ചെയ്യരുത്. മുഖപക്ഷം കാണിക്കാതെ യേശു നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിപ്പാൻ കഴിയട്ടെ. ഇന്ന് പകൽ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നെങ്കിൽ, ഈ വചനം വിശ്വസിക്കുന്നെങ്കിൽ, കർത്താവിന്റെ സ്നേഹത്തിലാണ് നീ വസിക്കുന്നെങ്കിൽ, ദൈവത്തിന് ജനിച്ചവനാണെങ്കിൽ, ദൈവത്തെ അറിഞ്ഞവനാണെങ്കിൽ, നീ എല്ലാവരോടും മുഖപക്ഷം കാണിക്കാതെ സ്നേഹിപ്പാൻ കഴിയണം. നീ മറ്റുള്ളവരെ വെറുത്ത്, മറ്റുള്ളവരെ നിന്ദിച്ച്, അപമാനിച്ച്, അവന്റെ കുറ്റം കണ്ടുപിടിച്ച് അവനെതിരെ ദോഷവാക്കുകൾ പറയുന്നതെല്ലാം നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിന് ശാപമായി മാറി നിന്റെ അനുഗ്രഹമാണ് തടസ്സപ്പെടുന്നത് തിരിച്ചറിയണം. നാം മറ്റുള്ളവരെ എത്രമാത്രം ദൂഷിക്കുന്നോ, പരിഹസിക്കുന്നോ, അപമാനിക്കുന്നോ, കളിയാക്കുന്നോ, അത്രമാത്രം ശാപം നിങ്ങൾ തന്നെ വാങ്ങിവെക്കുക, അത്രമാത്രം അനുഗ്രഹങ്ങളെ നിനക്ക് തടസ്സപ്പെടുകയാണ്. അതുകൊണ്ട് ശുശ്രൂഷകന്മാരായിരുന്നാലും, വിശ്വാസികളായിരുന്നാലും, ഭവനത്തിൽ മാതാപിതാക്കളെ, സഹോദരങ്ങളായാലും, അമ്മായും വരികളായിരുന്നാലും പരസ്പരം സ്നേഹിക്കണം. പണത്തിന് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യരുത്. പണത്തെ സ്നേഹിക്കരുത്, സ്ഥാനമാനത്തെ, അധികാരത്തെ സ്നേഹിക്കരുത്. യേശുവിന്റെ സ്നേഹം നിങ്ങൾ വർദ്ധിക്കണം. കണ്ണുകൾ അടച്ചാട്ട്. സ്നേഹം നഷ്ടപ്പെട്ട് നീ കഴിയുന്ന വ്യക്തിയാണോ? സ്നേഹം കിട്ടാതെ പലരുടെയും പരിഹാസത്തിന് മുമ്പ് നീ ആയിരിക്കുന്നോ? പലപ്പോഴും നിന്നെ പലരും മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ മുഖപക്ഷം കാണിക്കുന്നത് സാരമില്ല സഹോദര, സഹോദരി. നീ ദൈവത്തോട് ചേർന്ന് നിന്നെ വെറുക്കുന്നവരെ, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് പ്രാപ്തി അവരെ നീ സ്നേഹിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തെ ദൈവം തുറന്നു തരും. കണ്ണുകൾ അടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങൾ 800 കോടിയിലധികം ജനത്തിനായി വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ലോക, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കുന്നവരെ, രാഷ്ട്രങ്ങൾ, രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവി, ഗോത്രങ്ങൾ, ദ്വീപുകളെ ഭരിക്കുന്ന ആദിവാസികൾ, ട്രൈബൽ ഗോത്രവിഭാഗങ്ങളായിരിക്കുന്ന സകലധികാരികളും ജനത്തെയും ശൈശവത്തിനും ബാല്യത്തിനും കൗമാര യുവനത്തിനും വാർത്തയും വൃത്തരും അശമയാചോട്ടിന്റെ ചോള ജീവിത തടവറയിലായിരിക്കുന്ന സകല ജനത്തെയും കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കും, വാഹന യാത്രയും, വാഹനം സെൽസി നിർമ്മിതാക്കളെ, കടലോര വാസികളെ, തീരദേശവാസികളെ, മത്സ്യബന്ധനായി കടന്നുപോയിരിക്കുന്നവരെ, കരികളും കമ്പനികളും ഫാക്ടറി ജോലി ചെയ്യുന്ന വലുതും ചെറുതുമായ എല്ലാ വ്യാപാരി, വ്യവസായ, വഴിയോര കച്ചവടക്കാരെ, നമ്മെ കാർഷിക മേഖല, ക്ഷീരമേഖല ജോലി ചെയ്യുന്നവർക്കായി, സകലമേഖല, പൊതുവെ ആരോഗ്യ, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, ഭാഗ്യമേഖല, എഞ്ചിനീയർമാർ, മത, സാമൂഹിക, സാംസ്കാരിക സംഘടന, ചരിത്ര, മാധ്യമ, മീഡിയ രംഗത്തിൽ ഭരണപ്രതിപക്ഷ പാർട്ടികളെ, അല്ലെങ്കിൽ കർത്താവ് കൺസ്ട്രക്ഷൻ മെക്കാനിക്, മോട്ടോർ, യൂണിയൻ രംഗത്ത് അവൻ ജോലി ചെയ്യുന്ന എല്ലാ ട്രാൻസ്പോർട്ട് ഡ്രൈവേഴ്സിനെ, എല്ലാ ഹെവി വാഹനം ഓടിക്കുന്നവരെയും ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവ് തീവ്രവാദികളും, ഭീകരവാദികളും, വർഗീയവാദികളും, നിരീശ്വരവാദികളും, യുക്തിവാദികളും, ദൈവമില്ല എന്ന് പറയുന്ന മൂഢന്മാരടക്കം മടങ്ങി വന്ന് ആമേ സഹോദരനെ സ്നേഹിപ്പോൾ രാജകീയ നാം ഈ പ്രമാണത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഈ ജനത്തെ ഒരുക്കണമേ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് സകല വിഭാഗത്തിൽപ്പെട്ട ജനത്തെയും ഓർത്ത് പ്രദേശ രാജ്യങ്ങൾ കഷ്ട സഹിക്കുന്ന, വേദന അനുഭവിക്കുന്ന, നൊമ്പരപ്പെടുന്ന, നാട്ടിൽ കടന്നു കഴിയാതെ ഭാരപ്പെടുന്ന, വിസ കിട്ടാതെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർ, തടവിലകപ്പെട്ട് കിടക്കുന്നവർ, മദ്യ ലഹരിക്ക് അടിമപ്പെട്ട് കിടക്കുന്നവർ, വെറുക്കൂത്തകപ്പെട്ട് കിടക്കുന്നവർ, ദേശപീഡ അനുഭവിക്കുന്ന സഹോദരങ്ങൾ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവേ, അവരുടെ ഉള്ളിൽ സ്നേഹത്താൽ നിറയപ്പെടാൻ പ്രാർത്ഥി. മണരാഴിടത്തിൽ വേദന അനുഭവിക്കുന്നവർ, ദേശത്തും വിദേശത്തും മറ്റു രാജ്യങ്ങളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ജോലിക്ക് കടന്നുപോയിരിക്കുന്നവരെ എല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, രോഗികളായി കിടക്കുന്നവർ, വാർദ്ധക്യമാസികൾ ഭാരപ്പെടുന്നവർ, ശാരീരികമായി വളരെ ബലഹീനയിൽ മരണത്തിലായിരിക്കുന്നവർക്കായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മാരകമായ രോഗത്താൽ വ്യാധിയിൽ ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങൾ ഓർക്കുന്നു. അവരെല്ലാം ദൈവം കരുണ കാണിച്ച് ദയ തോന്നണമേ. ആമേ സാമ്പത്തിക കഷ്ടം, കടബാധിൽ കടന്നു പോകുന്നവർ, കടയിൽ കടന്നു, ആമേ വിവിധ കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരെ എല്ലാം ഓർക്കുന്നു. എല്ലാവരും ഇവിടെ കടക്കണിയാൽ ഭാരപ്പെട്ട് വിടിവിക്കണമേ. തലമുറകളെ അനുഗ്രഹിക്കണമേ. മദ്യത്തിന് മയക്കുവിന് മനസ്സിലേക്കരി പത്താപ്തം അടിവുകളായിരിക്കുന്നവർക്ക് മാനസാന്തരം കൊടുക്കുവാൻ ദൈവരങ്ങളിൽ ഏൽപ്പിച്ചു. കർത്താവേ, സകലം കടന്നു കർത്താവായ യേശുവിനെ സ്നേഹിച്ച് ആമേ തന്റെ സഹവിശ്വാസികളെ
കുടുംബത്തിലെ സ്നേഹിപ്പാനുള്ള കൃപ ജനത്തിന് കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. ഈ ജനം പാപം വിട്ട് മടങ്ങി വരുവാൻ വിശുദ്ധ ജീവിതം ദൈവം സകല ജനത്തെ ഓർക്കുകയാണ്. ദൈവത്തിന്റെ ദാസിദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആമേ, മുഖപക്ഷ കൂടാതെ സഭയിൽ കടന്നു വരുന്നവരെ പരസ്പരം സ്നേഹിപ്പാൻ, പണത്തിന് വേണ്ടി നിൽക്കാതെ, പണത്തിന് വേണ്ടിയുള്ള പ്രസംഗമായി പണത്തിന് വേണ്ടി ശുശ്രൂഷയെ തീരാതെ, ദിവ്യാഗ്രഹത്തെ സ്നേഹിക്കാതെ, പരസ്പര സ്നേഹത്തോടെ മുഖപക്ഷം കാണിക്കാതെ സഭയ്ക്കകത്ത് ശക്തമായി ശുശ്രൂഷ ചെയ്യുവാൻ ദൈവദാസിദാസന്മാരെ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.